നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവഹിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനമാണ്. നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരികയും അത് ഫോളോ ചെയ്യാനുള്ള തീരുമാനം എടുത്ത ഒരു ദിവസമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ തരത്തിലുള്ള ദിവസങ്ങളിൽ എന്താണ് ഉള്ളിൽ ഉറപ്പുവരുത്തേണ്ടത്? രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഒരു ഉപദേശം നൽകുന്നുണ്ട്. ലക്ഷ്മണൻ രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീലങ്ക കണ്ടപ്പോൾ, ശ്രീലങ്ക വളരെ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ്. പിന്നെ എന്തിനാ പോണത് അയോധ്യയിലേക്ക്? അവിടെ ചെന്നാൽ പഴയ സ്വീകരണം ഉണ്ടാവുമോ ഒന്നും ഉറപ്പില്ല. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് താമസിച്ചാൽ എന്താ എന്ന് ലക്ഷ്മണൻ ഭഗവാൻ ശ്രീരാമനോട് ചോദിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമൻ പറയാണ്, അപിച സ്വർണമയീ ലങ്ക ന മേ രോചത്തെ ലക്ഷ്മണ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ഇത് സ്വർണമയി ആണെങ്കിലും ഈ ലങ്ക എന്നെ ആകർഷിക്കുന്നില്ല. ജനനിയും ജന്മഭൂമിയും സ്വർഗത്തെക്കാളും വലുതാണ് എന്നാണ്. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു കുട്ടിയൊരു പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശത്ത് ഇങ്ങനെ പട്ടം പറക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷി അതിലൂടെ പറന്നു വന്നു. അപ്പോൾ ഈ പക്ഷി പട്ടത്തിനോട് ചോദിക്കുകയാണ്, എൻ്റെ കൂടെ പറക്കാൻ വരുന്നോ? അപ്പോൾ പട്ടം പറഞ്ഞു, എനിക്കങ്ങനെ പറക്കാൻ പറ്റില്ല. എന്നെ ഭൂമിയിലേക്ക് കണക്ട് ചെയ്ത ഈ ഒരു നൂലുണ്ട്, അത് പിടിച്ച് ആ കുട്ടി അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായി പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പക്ഷി പറഞ്ഞു, ഞാൻ ആ നൂല് മുറിച്ചു തരാം, അപ്പോൾ നിനക്ക് എൻ്റെ ഒപ്പം പറക്കാമല്ലോ. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. ആ പക്ഷിയെ പട്ടത്തിനെ കണക്ട് ചെയ്യുന്ന നൂല് മുറിച്ചു കളയാണ്. അപ്പോൾ എന്താ ഉണ്ടായത്? പട്ട താഴേക്ക് വീണു എന്നാണ്.
ഇതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. നമ്മൾ ജനനിയെയും ജന്മഭൂമിയെയും വിസ്മരിക്കുന്നു പലപ്പോഴും. നമ്മൾ എവിടെ നിന്നാണ് ഉണ്ടായത്, എവിടെ നിന്നാണ് നമുക്ക് മുലപ്പാൽ ലഭിച്ചത്, എവിടെ നിന്നാണ് നമുക്ക് ഭക്ഷണം ലഭിച്ചത്, ഏത് മണ്ണ് വെച്ചാണ് എൻ്റെ ഈ ശരീരം രൂപീകരിക്കപ്പെട്ടത്, ഇതൊക്കെ നമ്മൾ വിസ്മരിക്കുന്നു. ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും സ്വന്തം ജീവിതം നടത്താനുള്ള പ്രാപ്തി വരുമ്പോൾ നാടിനെയും അമ്മയും എല്ലാം വിസ്മരിച്ച് പോകുന്ന ആൾക്കാരുടെ കഥ നമുക്കറിയാം. അവിടെ കുറേ കാലം സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് തോന്നും. കുട്ടികൾ പഠിക്കുന്നു, കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നു, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. എൻ്റെ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല, കാരണം അവരവിടെ ഇല്ലേ. പലരും ഇവിടെ നിന്ന് വേറെ രാജ്യത്തിൽ പോയിട്ട് അവിടെ പ്രസവിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, കാരണം അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യം ഒരു മോശപ്പെട്ട രാജ്യമാണ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഒരു വേദന ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് ഞാൻ വേദന അനുഭവിക്കുന്നത് എന്നുള്ളത് പറയാനും പറ്റാതെയാവുന്നു. പിന്നെ തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ട്, പിന്നെ തിരിച്ചു വരാൻ പറ്റാതെയാവുന്നു. അതുപോലെ കുട്ടികളും അവരുടെ റൂട്ട്സ് നിന്ന് ഡിസ്കണക്ട് ചെയ്താണ് അവിടെ വളരുന്നത്. ചാരിജി മഹാരാജ് ദാജിയോട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ദാജി പറഞ്ഞു അമേരിക്കയിൽ കുട്ടികളുടെ പഠായി, അതായത് പഠനം കുറച്ച് നല്ല രീതിയിൽ നടക്കും എന്ന് പറഞ്ഞപ്പോൾ ചാരിജി മഹാരാജ് പറഞ്ഞത് ബച്ചോ കി ഭലായി കാ സോച്ചോ പഠായി കാ നഹി എന്ന് പറഞ്ഞു. കുട്ടികളുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ എന്താണ് നന്മ? നമ്മുടെ ഹൃദയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ കണക്ഷൻ, അതാണ് നമുക്ക് നന്മ നൽകുന്നത്, സ്നേഹത്തിൻ്റെ കണക്ഷൻ. അത് നമ്മളെ യഥാർത്ഥ റൂട്ട്സിലേക്ക് കണക്ട് ചെയ്യുന്നു, നമ്മുടെ ഉള്ളിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നു. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് സിൻ എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞു. ഇറ്റ്സ് ഓൺലി സിൻ എന്ന് കൂടി പറയാം. ഒരേ ഒരു പാപം നന്ദികേടാണ്. അപ്പോൾ നമ്മൾ ഡിസ്കണക്റ്റഡ് ആവുമ്പോൾ നമുക്കുണ്ടാവുന്ന മനക്ലേശങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മുടെ ശരിയായിട്ടുള്ള പാതയിലേക്ക് തിരിച്ചുവിടാനുള്ള പ്രകൃതിയുടെ ഓരോ അടവുകളാണ് എന്ന് പറയാം, ഓരോ ശ്രമങ്ങളാണ്. നമ്മൾ അതിനൊക്കെ മറന്നു പോയിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. സന്തോഷമാണെന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട്, സന്തോഷമാണെന്ന് കാണിക്കാൻ വേണ്ടി ടൂറിന് പോകുന്നു, ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് ഫേസ്ബുക്കിലിടുന്നു. സന്തോഷമാണെങ്കിൽ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലിടുന്നു. സന്തോഷമായിരുന്നാൽ പോലെ ആരെങ്കിലും വീട്ടിൽ സന്തോഷമാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ഇടുക. അപ്പോൾ അതും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണിക്കേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ അതില്ലാന്ന് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിലെ സന്തോഷം, ആനന്ദം എക്സ്പ്രഷനാണ്, സ്നേഹത്തിൻ്റെ എക്സ്പ്രഷനാണ്. എല്ലാവരെയും സ്നേഹത്തോടെ കൈകോർത്ത് പിടിച്ചിട്ട് എല്ലാവർക്കും വേണ്ടി നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതാണ് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ലക്ഷണം. അത് നമ്മൾ എവിടെ നിന്നാണോ ലഭിച്ചത് അവിടേക്ക് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുമ്പോഴാണ് ഉണ്ടാവും. ഒരു മരത്തിന് വളർച്ച ഉണ്ടാവണമെന്ന് തന്നെ വേരിൽ വെള്ളം ഒഴിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമൻ പറയുന്നത് ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. നമ്മുടെ രാജ്യത്തിൻ്റെ ഫൗണ്ടേഷനാണ് യഥാർത്ഥത്തിൽ ആ ശ്ലോകം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കേണ്ടത് നമുക്ക് ലഭിച്ചിട്ടില്ല ഈ ഭൂമിയോട്, ഈ നാടിനോട്, നമ്മുടെ പരമ്പരയോട്. അത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കണം. എങ്ങനെയാണ്? എപ്പോഴും നമ്മുടെ സ്നേഹം നൽകിക്കൊണ്ടിരിക്കുക, നമ്മുടെ പ്രാർത്ഥന നൽകിക്കൊണ്ടിരിക്കുക. അവിടെ വളരാനായിട്ട്, അത് നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. വെറുതെ ഇരുന്നാൽ പോലെ. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, എല്ലാം തരുന്നുണ്ട്. ആവശ്യമുള്ളത് എടുത്തിട്ട് മറ്റത് എല്ലാവരും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരന്മാർ വിഷമിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കുക? നമ്മുടെ വീട്ടിൽ ടോയ്ലറ്റ് വൃത്തിയല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് എന്താ അർത്ഥമുള്ളത്? വീട് വൃത്തിയാക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? അതാണ് മഹാത്മാഗാന്ധിജി പറഞ്ഞത്, 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യണം വിദ്യാഭ്യാസമുള്ളവർ. എന്നിട്ട് അവിടെയും എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യണം, വൃത്തിയെക്കുറിച്ചിട്ടും ഹൈജീനെ കുറിച്ചിട്ടും എല്ലാം എഡ്യൂക്കേറ്റ് ചെയ്യണം, ആരോഗ്യത്തെക്കുറിച്ചും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നൽകപ്പെടുകയാണ്. അല്ലാതെ നമ്മൾ എവിടെയും കിട്ടിയില്ല. നമ്മൾ എന്നീ പഠിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടാണ്. നമ്മൾ അത്രത്തോളം ഉയർന്നു, ഉത്തരവാദിത്വത്തിൽ ഉയർന്നു. അതുകൊണ്ട് ഈ കഴിവ് നിനക്ക് നൽകി, നീ ഇതെല്ലാവർക്കും വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂ എന്നുള്ളത് നമുക്ക് തരികയാണ്. കാരണം അത് ഉപയോഗിക്കാതിരുന്നാലും ഉപയോഗിച്ചില്ലെങ്കിലും എന്തായാലും നമ്മളിതൊക്കെ ഇവിടെ വിട്ടിട്ട് പോകേണ്ടി വരും. ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകില്ല. അപ്പോൾ അത് യൂസ് ചെയ്യും. എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ട്, ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള സ്നേഹത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വരും, നാച്ചുറലായിട്ടുള്ള പാത. അതാണ് സഹജമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ സഹജമാർഗം ഹാർട്ട്ഫുൾനെസ് നമ്മളെ ഈ തരത്തിൽ ശരിയായിട്ടുള്ള ഒരു പാതയിലേക്ക്, സ്നേഹത്തിൻ്റെ പാതയിലേക്ക് കണക്ട് ചെയ്യുന്നു. നമ്മുടെ മനസ്സിൻ്റെ സ്വാർത്ഥ ചിന്തകളെല്ലാം വെടിഞ്ഞ്
നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിച്ച് അത് നമുക്ക് ചെയ്യണം, ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കണം. അപ്പോൾ അതിലേക്ക് കണക്റ്റഡ് ആവാതെ യഥാർത്ഥ പാതയിൽ നിന്നും വഴിതെറ്റിക്കാതെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്നേഹത്തിൻ്റെ പാതയിലേക്ക് ഒരു കണക്ഷൻ ആവശ്യമാണ്. അതാണ് ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ്ഗ സിസ്റ്റം നമുക്ക് നൽകുന്നത്. മാസ്റ്റർ നമ്മളിലേക്ക് തരുന്ന പ്രാണാഹുതി നമ്മൾ എന്നെന്നും എപ്പോഴും ശരിയായിട്ടുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് കണക്ട് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളുടെ യഥാർത്ഥത്തിലുള്ള നിസ്വാർത്ഥത എന്താണ്, സ്നേഹഭാവം എന്താണ്, ലോകസ്നേഹം എന്താണ്, കുടുംബസ്നേഹം എന്താണ് എന്നെല്ലാം തിരിച്ചറിയാനും ആ രീതിയിൽ പ്രവർത്തിക്കാനുമുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നു. നമ്മളാണ് അത് ഫോളോ ചെയ്യേണ്ടത്. പാത നമ്മളെ സഹായിക്കില്ല. പാത നമ്മളെ സഹായിക്കുന്നപ്പോഴാണ് നമ്മൾ പാതയിൽ സഞ്ചരിക്കുന്നത്. ധർമ്മോ രക്ഷതി രക്ഷിതഃ എന്ന് പറയും. ധർമ്മത്തെ ഫോളോ ചെയ്യുന്നവരെ ധർമ്മം രക്ഷിക്കും. അതുപോലെ നമ്മൾ സ്നേഹത്തിൻ്റെ പാത ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ സ്നേഹം നമ്മളെ ശരിയായിട്ടുള്ള ദിശയെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. GPS പോലെയാണ്. നമ്മൾ കാറിൽ പോകുമ്പോൾ GPS ഇട്ട് കഴിഞ്ഞാൽ വഴി കാണിച്ചു തരുന്നു, ഷോർട്ടസ്റ്റ് റൂട്ട് കാണിച്ചു തരുന്നു. ആ റൂട്ടിൽ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി അവിടെ നിന്നുള്ള ഷോർട്ടസ്റ്റ് റൂട്ട് കാണിക്കും. ടൈം കുറച്ചും കൂടി എടുക്കും. അപ്പോൾ എവിടെ ചെന്നാലും GPS റൂട്ട് കാണിച്ചു തരുന്നു. പക്ഷേ ശരിയായിട്ട് റൂട്ടിൽ പോയിക്കൂടെ നമുക്ക്? എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത്? അപ്പം അങ്ങനെയുള്ളൊരു വിവേകബോധം നമ്മളിൽ എല്ലാവരും ഉദിക്കട്ടെ എന്ന് ഈ റിപ്പബ്ലിക് ദിനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.